നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. സർ, ഇന്ന് ബജറ്റൊക്കെയാണ്, അതൊക്കെ ഒരു സൈഡിൽ ഇവിടെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും വിശദാംശങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെയാണ് ഇന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ വീണയുടെ ഇവിടെ തിരുവനന്തപുരത്തുള്ള പല അക്കൗണ്ടുകളിലും ഇന്ന് ഇഡി പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അറിയാം, ചോദ്യം ചെയ്യലിനായിട്ട് കൊച്ചിയിലെ ഓഫീസിലോട്ട് വീണയെ വിളിച്ചിരുന്നു. അവിടെ ചെല്ലുകയും ചെയ്തു. ഏകദേശം ഒരു 8 മണിക്കൂറോളമാണ് വീണയെ ചോദ്യം ചെയ്തത്. ഏതായാലും ഇഡി നടപടികൾ കടുപ്പിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു വളരെ വേഗത്തിൽ ഇപ്പോൾ ഇഡി പല നീക്കങ്ങളും നടത്തുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഏതായാലും എന്തായിരിക്കും ഇനി അടുത്തൊരു ഘട്ടത്തിൽ ഇഡിയുടെ അടുത്തൊരു നീക്കം എന്ന് പറയുന്നത്? ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കടക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ? തള്ളിക്കളയാൻ പറ്റില്ല. ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ വീണയോടുള്ള ഒരു പ്രതികാര ബുദ്ധി കൊണ്ടൊന്നുമല്ല, അവരുടെ ഈ പ്രൊസീജിയർ ഇതാണ്. ഇപ്പം ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കഴിഞ്ഞ തവണ 8 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും വീണ സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇ ഡി സോഴ്സിൽ നിന്ന് പറയുന്നത്. ഏകദേശം 172ഓളം ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് പറയുന്നത്. പലതിൻ്റെയും ഉത്തരം അപൂർണമായിരുന്നു. പലതിൻ്റെയും ഉത്തരം ഇങ്ങനെയായിരുന്നു: എനക്കറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്തത്. അവരെ SFIOയിൽ നിന്ന് ശേഖരിച്ച തെളിവുകളുണ്ട്. അത് തന്നെ തെളിവുകളുടെ വലിയൊരു സഞ്ചയമുണ്ട്. അത് വെച്ചുകൊണ്ടാണ്, അത് ശരിക്കും പഠിച്ച ശേഷമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കള്ളം പറഞ്ഞൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നതല്ല. കള്ളം പറഞ്ഞാൽ കുരുക്കാകും എന്ന് വീണയ്ക്കറിയാം. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ അറസ്റ്റിലായി തീരാൻ സാധ്യതയുണ്ട്. അതുപോലത്തെ വയലേഷൻസാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കമ്പനി ആക്ടിലെ വഞ്ചനകൾ, ശരിക്കും പറഞ്ഞാൽ പബ്ലിക് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങൾ. ആ കുറ്റങ്ങൾ തെളിയിക്കത്തക്ക രീതിയിലുള്ള എവിഡൻസ് ആൾറെഡി വെച്ചുകൊണ്ടാണ്, അതിൻ്റെ ഒരു ബണ്ടിൽ വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉത്തരങ്ങൾ അഫർമേറ്റീവ് തീർച്ചയായിട്ടും ഇത് പ്രകാരം ഒരു കുറ്റക്കാരിയാണ് എന്ന് പറഞ്ഞ് കസ്റ്റഡിയിൽ എടുക്കാം, ചോദ്യം ചെയ്യാൻ വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് വക്കീലിൻ്റെ ഉപദേശപ്രകാരം അതിനൊക്കെ അവ്യക്തമായ ഉത്തരങ്ങൾ നൽകിയത്. അങ്ങനെ തടിയപ്പാം എന്നാണ് വിചാരിച്ചത്. അതിനു മുമ്പേ ചോദ്യം എനിക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു ഒരു തവണ. രണ്ടാമത്തെ തവണ വക്കീലിനോട് ചോദിച്ചു, ഈ കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട കർത്തയുടെ കുടുംബം, ശശിധരൻ കർത്ത, അദ്ദേഹത്തിൻ്റെ മകന്, ഇവരൊക്കെയാണ് അതിൻ്റെ ഫിനാൻസ് ഒക്കെ നിയന്ത്രിക്കുന്നത് കമ്പനിയുടെ. അവരാണ് അതിൻ്റെ കീ പ്രതികൾ. ഇത് ധനം കൈകാര്യം ചെയ്തത്. 2.82 കോടി രൂപ, 7-8 കോടി രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് എന്തു സേവനമാണ് അതിന് പകരം ചെയ്തത് എന്നുള്ളത് പറയുന്നില്ല. ഒരു സേവനവും ചെയ്തില്ല എന്ന് ഇൻകം ടാക്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു സേവനവും ചെയ്യാതെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒരാൾക്ക് 2.78 കോടി രൂപ കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ രക്തബന്ധം വേണം ഇങ്ങനെ കൊടുക്കാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധം വേണം. ഇത് തൊഴിൽപരമായ ബന്ധമാണെന്നാണ് പറയുന്നത്. എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള ബന്ധം. അങ്ങനെയാണെങ്കിൽ എന്ത് തൊഴിലാണ് ഇതിലൊരു കമ്പനി മറ്റേ കമ്പനിക്ക്, പണം കൊടുത്ത കമ്പനിക്ക് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ഇന്ന് വരെ അത് വ്യക്തമായിട്ടില്ല. ബബ്ബ ഞാൻ പറയുന്നു എന്നല്ലാതെ യാതൊരു വിധമായിട്ടുള്ള ശരിയായിട്ടുള്ള ഉത്തരങ്ങളും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ കർത്താ കുടുംബത്തെ ആദ്യം ചോദ്യം ചെയ്തത്. കർത്താ കുടുംബത്തെ ചോദ്യം ചെയ്യുക മാത്രമല്ല കേട്ടോ, എല്ലാവിധ ഡോക്യുമെൻസും ഈ ഇ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള ഇമെയിൽസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് റെക്കോർഡിങ്സ്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻസ്, ഇതെല്ലാം അവർ ശേഖരിച്ചിട്ടുണ്ട്. പിന്നെ പേപ്പർ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻസ്, സകലതും അവരുടെ കയ്യിലുണ്ട്. ഇതിലൊന്നിൽ പോലും എന്തിനാണ് വീണ വിജയൻ 2.8 കോടി രൂപ കൊടുത്തത് എന്ന് വ്യക്തമാകുന്നില്ല. ഇതിലൊന്നിൽ പോലും പ്രതിമാസം 12 ലക്ഷം രൂപ വെച്ച് വീണ വിജയന് കൊടുത്തത് എന്തിനാണ് എന്ന് പറയുന്നില്ല. ഇതിലൊന്നിൽ പോലും എന്തിനാണ് വീണ വിജയൻ കെയർ ഓഫ് പിണറായി വിജയൻ AKG സെൻറ്റർ
എന്നുള്ള പേരിൽ കത്തയച്ചത് എന്തിനാണെന്ന് വ്യക്തമാവുന്നില്ല. അപ്പോൾ അതൊക്കെ ഈ കേസിൻ്റെ ലൂസ് സെൻസാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീണ ഒരു പൂട്ടിലാണ്. ആ പൂട്ട് തുറക്കണമെങ്കിൽ ഒരൊറ്റ താക്കോലേ ഉള്ളൂ. വേറെ കള്ളന്മാരെ കൊണ്ടൊന്നും ഇത് തകർത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ആ താക്കോലെന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഉത്തരവാണ്. ആ ഉത്തരം കിട്ടിയാൽ ഈ കേസ് ഓപ്പണായി കഴിഞ്ഞു. അതിൽ മണി ലോണ്ടറിങ് നടന്നു എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്യും. അതുവരെ ഇങ്ങനെ ആടിക്കളിച്ചു നിൽക്കും. ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യത്തെ തവണ ചോദ്യത്തിൽ നിന്ന് ഒഴിവായി, അതിൻ്റെ ഒരു പിരിമുറുക്കം ഒഴിവായി. രണ്ടാമത് കർത്തയെ കൂടെ കുടുംബം എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയെന്ന് വക്കീൽ മറുപടിയും കൊടുത്തു. പഠിച്ച മറുപടികളാണ്, തത്തമ്മേ പൂച്ച പോലെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തൃപ്തികരമായ ഉത്തരമായിട്ടില്ല. അവിടെ ഇരിക്കുന്ന പൊട്ടന്മാരല്ല, ഇത് ശരിക്കും പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പ്രതികാര ബുദ്ധിയൊന്നുമല്ല. കേസ് അല്ലെങ്കിൽ ED അനാവശ്യമായിട്ട് പിണറായി വിജയൻ്റെ മകളെ പീഡിപ്പിച്ചു, പിണറായി വിജയൻ്റെ വീട്ടിൽ കയറി എന്നുള്ളത് ED എനിക്ക് വലിയൊരു നാണക്കേടാണ്. അവർ സമാധാനം പറയണം കോടതിയുടെ മുമ്പിൽ. നാണക്കെട്ട് പോകും. പ്രൊഫഷണലായിട്ടുള്ളൊരു സൂയിസൈഡാണ് അങ്ങനെ വന്നാൽ. അതുകൊണ്ട് ഈ എവിഡൻസ് ശേഖരിച്ച് അവർക്ക് മതിയാവും. എന്ന് മാത്രമല്ല, SFIO ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല. മറ്റു ഡോക്യുമെൻറ്റ്സും കൂടി ഇവർക്ക് വേണം. പിന്നെ ഫില്ല് ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബാങ്കുകളിലെ നിക്ഷേപം. ബാങ്കുകളുടെ ലോക്കർ മുഴുവൻ തുറന്നു വെച്ചിട്ട് അവിടെ ഈ കോടി രൂപ കിട്ടുമ്പോഴേ ക്യാഷായിട്ട് മാത്രമല്ല ആഭരണമായിട്ട് ഇനാമായിട്ടും വെക്കാമല്ലോ. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല, സന്തോഷത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ ശേഖരിച്ച്, വീണയുടെ പേരിലുള്ളൂ, ശേഖരിച്ച് വയ്ക്കുക. പക്ഷേ അവിടെയും തീരുന്നില്ല എന്നാണ് ഈ കേസ് കൊടുത്തിരിക്കുന്ന ജോൺ ജോർജ് വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിദേശ ബാങ്കുകളിലേക്ക് കൂടി ഈ നിക്ഷേപം പോയിട്ടുണ്ടെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ചോദിച്ചോളൂ. അല്ല സാർ, ഇപ്രാവശ്യം ഒരു കാര്യം കാണാൻ സാധിച്ചു. ഈ ഒരു ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു വന്നപ്പോഴൊന്നും തന്നെ ഒരു നേതാക്കളും പരസ്യമായിട്ടൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അന്ന് ഇവിടെ റെയ്ഡിന് വന്നപ്പോൾ നമുക്കറിയാം ഇവിടെ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ. ഒരുപക്ഷെ അതൊക്കെ അനാവശ്യമായിരുന്നു എന്നും ഇപ്പോൾ 26 പേരാണ് അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്, ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരാളും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ പറയേണ്ടി. അതെ, അതൊന്നും ഉദാഹരണത്തിന് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന CPMന്റെ അഖിലേന്ത്യാ നേതാവ്, അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു. അദ്ദേഹം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മരുമകനും ഈ വീണ വിജയൻ്റെ ഭർത്താവും കൂടിയാണ്. അദ്ദേഹം അവിടെ കാറിൽ വന്നിരുന്നു. ഒരൊറ്റ വാക്ക് പ്രാവശ്യം പറഞ്ഞില്ലല്ലോ. നേരത്തെ എന്താ അദ്ദേഹം പറഞ്ഞത്? ബേക്കറി ജംഗ്ഷനിൽ റെയ്ഡ് നടന്നപ്പോൾ എന്താ പറഞ്ഞത് അദ്ദേഹം? RSS ഗുണ്ടകളുടെ പരിപാടിയൊന്നും ഞങ്ങളുടെ അടുത്ത് നടത്തല്ല, ഏത് റെയ്ഡ് വേണമെങ്കിൽ നടത്തിക്കോ, RSSകാർ എന്ത് വേണമെങ്കിൽ നടത്തിക്കോട്ടെ. RSSും ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇവരൊക്കെ എന്താ ധരിച്ചു വച്ചിരിക്കുന്നത്? ഇന്ത്യയെ മുഴുവൻ ഭരിക്കുന്ന, ഇപ്പം 3-2 ഭൂരിപക്ഷത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന, കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് മുമ്പിൽ CPM എന്ന് പറയുന്ന ഒരു ഭീഷണിയേ അല്ല, ഒരു തരത്തിലുള്ളൊരു ഭീഷണിയല്ലത്. CPM ഒരു ഭീഷണി അല്ലെങ്കിൽ പിന്നെ കേരളത്തിൻ്റെ ഘടകം എങ്ങനെയാണ് ഭീഷണിയാവുന്നത്? അവർക്ക് ഒരു എതിരാളിയേ അല്ല CPM. അത് അത്ര ദുർബലമായിട്ടുള്ള ഈ വെറും കൂപമണ്ഡവുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംസ്ഥാന കക്ഷിയായിട്ടുള്ള CPM എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കുമല്ല. ഇത് ആ രീതിയിലല്ല പോകുന്നത്. ഇവിടെ കള്ള ഏർപ്പാടുകൾ നടന്നിട്ടുണ്ട്. അധികാരത്തിൻ്റെ ശീതളച്ചായയിൽ പല കള്ളങ്ങളും നടത്തിയിട്ടുണ്ട്. ആ നെറികേടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നെറികേട് നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് വീണയ്ക്കിപ്പോൾ ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ അത് അപ്പം തന്നെ ആ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് ഇനി വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിക്കും. അപ്പോൾ പിരിമുറുക്കം വീണ്ടും കൂടുകയാണ്. ഇതിൻ്റെ പിന്നൊരു മനഃശാസ്ത്രമുണ്ട്. നമ്മളിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്കൊരു പിരിമുറുക്കമുണ്ട്. ഇനി വീണ്ടും വിളിക്കുമോ എന്നൊരു പിരിമുറുക്കം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആകെ നമ്മൾ വലിയ തരത്തിലുള്ളൊരു ഡിപ്രഷനിലേക്ക് നമ്മുടെ മുന്നിട്ട് പോകും. ആ ഒരു മനഃശാസ്ത്രമുണ്ട്. അതെങ്ങനെയും അങ്ങ് തൊലച്ചാൽ മതി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാൻ യുദ്ധം എങ്ങനെയും തീർന്നാൽ മതി എന്ന് പറഞ്ഞ് കരാറും ഒപ്പിട്ടുകൊണ്ട് രാജ്യരാമാനം അവിടെ നിന്ന് വിട്ടത് നല്ലതായി ലോകത്തിന് മുഴുവൻ എന്ന് പറയുന്നത് പോലെ അത്തരം ഒരു പരിവർത്തനത്തിലേക്ക് ഇവരെത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം തുറന്നു പറയാം. ഇനി വീടിനകത്ത് അച്ഛനും മോളും തമ്മിൽ വഴക്കുണ്ടോയെന്നും അറിയില്ല. കാരണം അച്ഛനല്ലേ ഇങ്ങനെയൊക്കെ എന്നെ ഈ ചതിയിൽ എന്നെ പെടുത്തിയത്, എന്നെ ഞാൻ ആവശ്യമില്ലാത്ത ചോദ്യം ചെയ്യൽ, ഞാൻ എൻ്റെ പാട് നോക്കി രാഷ്ട്രീയത്തിലൊന്നുമില്ല കഴിഞ്ഞതല്ലേ എന്ന് പറയുന്നു.
ഇതുപോലെയാണ് മകൻ വിവേക്, നല്ലൊരു പയ്യനാണ് അദ്ദേഹം. സെൻറ് തോമസ് കോളേജിലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്റ്റേറ്റ് കാർ വരും. സ്റ്റേറ്റ് കാർ വന്നാൽ ഒരിക്കൽ പോലും കാർ പറഞ്ഞു വിടും. എന്നിട്ട് വഴിയിൽ പോയി നിന്ന് മറ്റുള്ളവരോടൊപ്പം കൂട്ടുകാരോടൊപ്പം ബസ്സിൽ കയറിയാണ് യാത്ര ചെയ്തു പോകുന്നത്. അതുപോലെ ഒരു നല്ല പയ്യനാണ്. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലമായ UAE ബാങ്കിലും പിണറായി വിജയന് പണത്തിൻ്റെ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് കുഴപ്പമുണ്ടെന്നല്ല, അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. അതുപോലെ മറ്റ് പല വിദേശ രാജ്യങ്ങളിലും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്തിനായി ഇത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് ചുമ്മാ കൊടുക്കുവാണോ കർത്ത? അല്ല, കോടിക്കണക്കിന് രൂപയായിട്ട് 200 കോടിയോളം രൂപ അല്ലാതെയും കർത്ത ചിലവാക്കിയിട്ടുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികൾക്ക്, മാധ്യമ പ്രവർത്തകർക്ക്, അതുപോലെ തന്നെ മാധ്യമ മുതലാളിമാർക്ക് ഒക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം അതിൻ്റെ സ്പഷ്ടമായിട്ടുള്ള ഒരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ഥാപനത്തിലെ ആൾക്കാരോട് ആ മുതലാളി പറഞ്ഞു, നിങ്ങളാരും CMRL-നെതിരായിട്ടും കർത്തയ്ക്കെതിരായിട്ടും വാർത്ത കൊടുക്കരുത്. യാതൊരു എക്സ്പ്ലനേഷനും ഇല്ലതിന്. അപ്പോൾ ഇത് അദ്ദേഹം പണം കൊണ്ട് ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള നമുക്ക് സാഹചര്യ തെളിവാണത്, അല്ലേ? അതിനപ്പുറം എന്താ? അപ്പോൾ നമുക്ക് ചോദിക്കാം, ജീവനക്കാർക്ക് ചോദിക്കാൻ പറ്റില്ല മുതലാളിയോട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതും വലിയ മാനങ്ങളുള്ളതാണ്. ആ മാനങ്ങളുടെ ആഴം എവിടെ അതിൽ നിൽക്കുന്നതെന്നറിയാമോ? ഈ മണൽ എന്ന് പറയുന്ന സംഭവത്തിലാണ്. മണലിനകത്താണ് സത്യമായ സ്വർണ്ണം ഒളിഞ്ഞു കിടക്കുന്നത്. അതായത് ഇൽമനൈറ്റ്, മോണസൈറ്റ്, തോറിയം തുടങ്ങിയ വസ്തുക്കളുടെ അപൂർവ ധാതുക്കളുടെ വമ്പിച്ച ഒരു ശേഖരമാണ് അനുമതിയില്ലാതെ കാർത്തിക, ആലപ്പാട് മുതലായ സ്ഥലങ്ങളിൽ, തോട്ടപ്പള്ളി മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ലോകങ്ങളുടെ അകമ്പടിയോടുകൂടി കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അതിന് കേന്ദ്രം അനുവാദം നിഷേധിച്ചപ്പോഴും അതിന് അനുവാദം കേരള ഗവൺമെൻറ് കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനുള്ള ഉപകാരസ്മരണയായിട്ടാണ് ഈ പണമിടപാട് എന്നാണ് പറയാൻ കൊള്ളാമോ? അത് നമുക്ക് ED അടുത്ത് പറയാൻ പറ്റും ഇതിനു വേണ്ടി തന്ന പണമാണെന്ന്. അതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യമായത് നിൽക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള പണമിടപാടുകൾ നടന്ന വഴികൾ, ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉത്തരം കിട്ടുന്നത് വരെ അവർ ചോദ്യം ചെയ്യൽ തുടരും. ഒരു തുടർ പ്രക്രിയയായിരിക്കും. അതങ്ങനെ കളഞ്ഞിട്ട് പോകാൻ അവർക്ക് പറ്റില്ല. കാരണം പുലിവാലിലാണ് പിടിച്ചിരിക്കുന്നത്. ഈ പിടി വിട്ട് കഴിഞ്ഞാൽ പുലി അവരെ കടിക്കും. അത്ര ഒരു പകുതിയാക്കിയിട്ടിട്ട് പോകാൻ പറ്റുന്നതല്ല. അവർക്കിത് തുടരേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ തുടരും. ഏതായാലും ഇനിയോ ഓരോ കടുത്ത നടപടികളിലേക്ക് ഇനി ED കടക്കുന്ന ദിവസങ്ങളാവും ഇനി വരാൻ പോകുന്നത്. പലതും വിസ്മയങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്ന് പറയാം. ഇപ്പോഴെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയല്ല, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. അതുകൊണ്ട് സംരക്ഷിച്ച് പിടിക്കുന്നതിനൊക്കെ തന്നെ ഒരു പരിധി ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഈ പ്രായത്തിൽ ഏറ്റെടുക്കാനൊരു കാര്യം, അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ള ഒരു വിചാരത്തോടു കൂടി. എന്തായാലും മകളെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു തെറ്റല്ല, പക്ഷേ രാജ്യത്തെയും സ്നേഹിക്കണം. രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വഴി പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല കാര്യമല്ല, കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്നാൽ പോലും. തീർച്ചയായിട്ടും നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം എന്നാണ് ഇനി EDയുടെ അടുത്ത ഓരോ നീക്കങ്ങളും എന്നുള്ളത്. അതുവരേക്കും നമസ്കാരം.